സായിയുടെ എവിക്ഷനെ പറ്റി ജാസ്മിൻ ഇപ്പൊ ലൈവിലിരുന്ന് കുറെ കാര്യങ്ങൾ സിജോയോടും പിന്നെ മറ്റു പലരോടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ജാസ്മിന് സ്പോയിലർ അടിച്ചു എന്ന് വെച്ചാൽ സായിയുടെ എവിക്ഷൻ ജാസ്മിൻ പ്രതീക്ഷിച്ച ഒരു സംഭവമാണ്, പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്ന പോലൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അവന് പൈസയുടെ ആവശ്യമില്ല എന്നും അവൻ തന്നെ പറയുന്നു. എന്നിട്ട് അവൻ 5 ലക്ഷം രൂപയിൽ വീണു. ഇപ്പൊ 7, 10, 15 വല്ലതും ആയിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. പക്ഷെ പൈസയ്ക്ക് ആവശ്യമില്ലാത്ത അവൻ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകുന്നു. സായി മാസ് അടിക്കാൻ നോക്കിയതാണ്, പക്ഷെ ഇത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നെ സിജോ പറയുന്നുണ്ട് അവൻ മാസൊന്നും അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അത് വെച്ചിട്ട് സായിക്ക് ഒരു പ്ലാൻ ഉണ്ട്, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്, അത് എന്നോട് പറഞ്ഞിട്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ സിജോ പറയുന്നു. ജാസ്മിൻ പറഞ്ഞത് ജാസ്മിനെ പോലെ വളഞ്ഞ രീതിയിൽ ചിന്തിക്കുന്ന കുറെ ആളുകളുടെ ഒരു തോട്ടാണ്. അങ്ങനെ ചിന്തിച്ചവരും ഉണ്ടാവാം. നമ്മളൊക്കെ സിജോ ചിന്തിച്ച രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചിന്തിച്ചത്. കാരണം നമ്മൾ ലൈവ് ഒക്കെ കാണാറുള്ള ആളുകളാണ്. സായിക്ക് അത് വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരാൾക്ക് കൊടുത്ത വാക്കാണ്. ഇപ്പൊ നീ പുറത്തായാലും നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരും എന്ന് സായി ഒരു വാക്ക് കൊടുത്തിരുന്നു. അപ്പൊ ജാസ്മിൻ അതൊന്നും അറിയാതെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് മൊത്തം. എന്താണ് സ്പോയിലർ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ സിനിമയോ അല്ല. പിന്നെ ജാസ്മിൻ അവരെ കുറിച്ച് എന്താണ് ഈ ഓർത്തോണ്ടിരിക്കുന്നത്? ജാസ്മിൻ വലിയ സംഭവമാണെന്നോ? അല്ല, ഒരാൾ വളരെ ബുദ്ധിപരമായി കിട്ടിയ പൈസ എടുത്തുകൊണ്ട് മുങ്ങി. വെറുതെ കിട്ടിയ പൈസയാണ്, ബോണസ് ആയിട്ട് കിട്ടിയ പൈസയാണ്, റെമ്യൂണറേഷൻ പോലും അല്ല. അതിൽ അയാളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇങ്ങനെ ഇത് പുച്ഛിക്കുന്നത് വെറും അരഗൻസ് ആണ്. അത് എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഇരുന്ന് പുച്ഛിക്കുന്നത്, വേറുള്ളവരുടെ ഒരു ഇതിൽ പുച്ഛിക്കുന്നത്.